ഹായ് ഫ്രണ്ട്സ്, എന്നെപ്പോലെ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. വെറും 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റവ ലഡു നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത് എടുക്കുക. നമുക്കിതൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ റോസ്റ്റായി. അപ്പോൾ നമുക്കത് വാരി കോരിയെടുത്ത ശേഷം അതേ പാനിൽ ഒരു കപ്പ് റവയ്ക്ക് കുറച്ചും കൂടി നെയ്യ് പാനിൽ ഒഴിച്ച ശേഷം ഒരു കപ്പ് റവ റോസ്റ്റ് ചെയ്തെടുക്കണം. റവേൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവണതിന് ഇത്തിരി ഇതായിട്ട് നമുക്ക് വറുത്തെടുക്കുക. അപ്പോൾ അതപ്പോൾ തന്നെ നോക്കി അറിയാം, കളർ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ആ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ അത് കോരി മാറ്റി വെക്കണം. കണ്ടോ, ഈ ഒരു ലെവലാകുമ്പോൾ കോരി മാറ്റി വെക്കുക. പിന്നെ നമുക്കൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതേ പാനിൽ പഞ്ചസാര പാനീയം ഉണ്ടാക്കണം. അതിന് ഒരു കപ്പ് പഞ്ചസാര ഇട്ട ശേഷം ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് അളവ്. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേ പഞ്ചസാര കട്ട പിടിക്കാതെ ബ്രൗൺ ഷെയ്ഡ് ആവാതെ നല്ല വൈറ്റ് കളറുള്ള പാനീയം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കൈവിടാതെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പാവമായി മാറും. പിന്നെ നമുക്ക് കുറച്ച് തിരുകി വെച്ച തേങ്ങ, ഒരു കപ്പ്, ആ ഒരു കപ്പും കൂടെ ഈ പഞ്ചസാര പാനീയത്തിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേ അത് തേങ്ങയൊക്കെ നല്ല മൂത്ത് നെയ്യൊക്കെ പിടിച്ച് നല്ല മണം കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച റവ ഇതിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നാക്കി ഇളക്കി കൊടുക്കണം. റവ കട്ട പിടിക്കാതെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ റവ കട്ട പിടിക്കാതെ നല്ല ലൂസ് രൂപത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റുള്ള റവ ലഡു നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കമ്മിയാക്കി വെച്ച് നന്നാക്കി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിം വെച്ച് അത് ഒരുപാട് വേവില്ല, പിന്നെ കഴിക്കാൻ നന്നായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതാക്കിയിട്ട് ഇതൊരു പാനിലേക്ക് ചൂടാറുന്ന മുമ്പ് തന്നെ ഒരു പാനിലേക്ക് നമ്മൾ മാറ്റണം. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് വെറുതെ ഒരു ഉരുണ്ടയാണ് ലെവൽ, അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് പാകം. ആ ഒരു പാകത്തിലാണ് സമയത്ത് നമ്മളതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി പൊടിച്ചതും അതിലിട്ടിട്ട്, ഇതിൽ വേണമെങ്കിൽ കാച്ചിയ പാൽ ഒഴിക്കുക. പക്ഷേ അത് ഓപ്ഷനിലാണ്, ഞാനത് ഇട്ടിട്ടില്ല. വേണ്ടവർക്ക് അത് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറുന്ന മുമ്പ് തന്നെ ഉരുള പിടിക്കണം, ഇല്ലെങ്കിൽ റഫായി പോകും സംഭവം. നല്ല ചൂടാറുന്ന മുമ്പ് തന്നെ ഉരുള പിടിച്ചിട്ട് വെച്ച് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സ്കൂൾ കുട്ടികളൊക്കെ ഈവനിങ് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.